ഹായ് കൂട്ടുകാരെ, ജയകുമാറാ. ഇന്നും ഒരു അധ്വാനത്തിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടാപ്പിങ്ങാണ് കേട്ടോ. ഇന്ന് രാവിലെ വെളുപ്പിനെ 3 മണിക്ക് പോയതാ വെട്ടാൻ. അക്കരെ കുറച്ച് വെട്ടാൻ ഉണ്ടായിരുന്നു, അത് വെട്ടി. നമ്മളെ കുറച്ച് താഴെ വെട്ടാൻ ഉണ്ടായിരുന്നു, അത് വെട്ടി. ഇത് പിന്നെ നമ്മുടെ കൊച്ചച്ഛൻ്റെയൊക്കെ റബ്ബറ. അപ്പോൾ ഇതുകൂടെ അങ്ങ് വെട്ടിയിടാമെന്ന് വിചാരിച്ചു. മീൻ കറയെടുപ്പ്, ഉറയത്തെ, ചീറ്റടി എല്ലാം കിടക്കുന്നു. ടാപ്പ് ചെയ്യുന്ന കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഉള്ള വീഡിയോ ആണ്. പണിയൊക്കെ എങ്ങനെയും ചെയ്യാം, പക്ഷേ ഇതാണ് കറ തൂത്ത് വിടുന്നതൊക്കെയാണ്. വെളുപ്പിനെ 3 മണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അക്കരെ കുറച്ച് വെട്ടം ഉണ്ടായിരുന്നു, അത് വെട്ടിയിട്ട്. പിന്നെ തൊട്ടപ്പുറത്തെ നമ്മുടെ കുറേ ഉണ്ടായിരുന്നു, അത് വെട്ടി. പിന്നെ ഇത് വെട്ടുന്നു. ഇത് കഴിയാറായി. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഏറെക്കുറെയൊക്കെ വെട്ടുവെട്ടയുടെ മണ്ടയിൽ കൂടെ വീണ്ടും വെട്ടുന്നത്. എവിടൊക്കെ നോക്കി എങ്ങോട്ടൊക്കെ എന്തോത്തിന് വിചാരിച്ച് മാറ്റി വെച്ചിരിക്കുക. ഹായ് കൂട്ടുകാരെ, അപ്പം കറയെടുപ്പ് കഴിയാറായി. ഇത്രയും കൂടെ ഉള്ളു. ഇത്രയും കൂടെ എടുത്തിട്ട് കറ ഉറയുന്ന ബാലൻസ് എടുക്കാം. ഇങ്ങനെയാണ് കറ എടുക്കുന്നത്. കറ അരിക്കുവാണ്. ഇത് ഗ്രേഡ് ഷീറ്റാണ്. ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നമ്പർ 1. അതിനുവേണ്ടി കറ അരിക്കുവാണ്. ഇത് അരിച്ചെടുത്താൽ ഗ്രേഡ് ആണെങ്കിൽ കിലോയിൽ 10-15 രൂപയുടെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ 100 രൂപ കിട്ടുന്നിടത്ത്, സാധാ ഷീറ്റ് 100 രൂപ കിട്ടുന്നിടത്ത് ഇതിന് 110 രൂപ, 112 രൂപ, 115 രൂപ വരെ വ്യത്യാസം വരും. 15 രൂപയുടെയൊക്കെ വരെ വ്യത്യാസം വരുന്നുണ്ട്. കറ ഉറ ചെയ്യാനുള്ള എളുപ്പ വഴി എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അല്ലാതാണ് ചെയ്ത് കണ്ടേക്കുന്നത്. ഞങ്ങൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. ആസറ്റ് ഓരോ മിനിറ്റ് ആസറ്റ് ഒഴിക്കുക. ആസറ്റ് ഒഴിച്ചു കറ. ഞങ്ങൾ ഈ ഒരു പാത്രം ഒരു പാത്രമാണ് ഒഴിക്കുന്നത്. ഒരു പാത്രവും 1 ലിറ്റർ വെള്ളവും. അത് 1.5 ലിറ്ററിൻ്റെ പാത്രമാണ്. 1 ലിറ്റർ വെള്ളം ഒഴിക്കുക. ഇനി ഇതാണ് പരിപാടി. ഇളക്കുക, ഇതിനകത്ത് ഒഴിക്കുക. അത് 2 മൂടേ ഉള്ളൂ. വീണ്ടും അതേ രീതി തന്നെ ഒരു സാസറ്റ്, ഒരു പാത്രം കറ. 1 ലിറ്റർ വെള്ളം. ഇത് ഗ്രേഡാണ്. ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രേഡ്. കഴിഞ്ഞ ദിവസം നോക്കിയപ്പം ഇതങ്ങോട്ട് മാറ്റില്ല, അവിടെ നോക്കി. ഇതൊരു ഷീറ്റ് ഒരു 600 ഗ്രാം വരും. 550-600, അതിൽ കൂടുതലൊന്നും വരത്തില്ല. ഇതിന് ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് ഈ ഷീറ്റ് അടിക്കാം. അത് കഴിഞ്ഞ് പോപ്പരിക്കകത്തിടണം. ഇനി ഒരു 2-3
4 മണിക്കൂറത്തേന് ഇനിയും വിശ്രമമാണ് ഇത് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് ഷീറ്റ് അടിക്കണം, അത് വിരിച്ചിടണം, അത് പിന്നെ പുകപ്പരയെ കയറ്റണം, പുകപ്പര പഴയ കിടക്കുന്ന ഉണങ്ങി എല്ലാം തിരിച്ചെടുക്കണം. ഇനി ഭയങ്കര ബിസിയാണ്. എല്ലാത്തിനെയും വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. എല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. അപ്പം കൂട്ടുകാരെ, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മണിയടിക്കാൻ ആരും മറക്കല്ലേ. മണിയടിക്കാൻ